തുടങ്ങാം. അപ്പോൾ നമ്മുടെ 18-ാം തീയതി 10th പ്രിലിംസിന്റെ ഫസ്റ്റ് ഫേസ് രാവിലത്തെ എക്സാം നടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ നടത്തിയ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ എക്സ്പ്ലനേഷനുമാണ് നമ്മൾ ഇനി വരുന്ന വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ കുറച്ച് ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനും നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. നമ്മൾ സി ആണ്, കോഡ് സി ആണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2025 ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? EP രാജഗോപാൽ. ആരാണ്? EP രാജഗോപാൽ. അപ്പൊ 2025 ഓടക്കുഴൽ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? EP രാജഗോപാൽ. ഏത് കൃതിക്കാണ്? ഉൾക്കഥ. അപ്പൊ EP രാജഗോപാലിന്റെ ഉൾക്കഥ എന്ന് പറഞ്ഞ കൃതിക്കാണ് എന്ത് കിട്ടിയത്? ഓടക്കുഴൽ പുരസ്കാരം. 2024 ആർക്കാണ് കിട്ടിയത്? K അരവിന്ദാക്ഷൻ. K അരവിന്ദാക്ഷൻ. കൃതി ഗോപ. അരവിന്ദാക്ഷന്റെ ഗോപ. അങ്ങനെ അങ്ങ് പഠിച്ചു വെച്ചിരുന്നത്. അപ്പോ ഓടക്കുഴൽ പുരസ്കാരം 2025 ആണെങ്കിൽ EP രാജഗോപാൽ ഉൾക്കഥ, 2024 K അരവിന്ദാക്ഷൻ ഗോപ. അപ്പൊ നമുക്ക് കുറച്ച് അവാർഡുകൾ നോക്കിപ്പോവാം. വയലാർ അവാർഡ് 2025 വയലാർ അവാർഡ് സന്തോഷ് കുമാർ. ഈ നമുക്ക് വയല് കാണുമ്പോൾ സന്തോഷം തോന്നുന്ന ഓർത്താൽ മതി. ഈ സന്തോഷ് കുമാർ. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ. തപോമയുടെ അച്ഛൻ. 2025 വയലാർ അവാർഡ് കിട്ടിയത് ഈ സന്തോഷ് കുമാർ. കൃതി ഏതാണ്? തപോമയുടെ അച്ഛൻ. 2024 അശോകൻ ചെരുവിൽ. അശോകൻ ചെരുവിൽ. കൃതി ഏതാണ്? കാട്ടൂർ കടവ്. കൃതി ഏതാണ്? കാട്ടൂർ കടവ്. അപ്പോൾ 2025 വയലാർ അവാർഡ് ഈ സന്തോഷ് കുമാർ, തപോമയുടെ അച്ഛൻ. 2024 വയലാർ അവാർഡ് അശോകൻ ചെരുവിൽ, കാട്ടൂർ കടവ്. എഴുത്തച്ഛൻ പുരസ്കാരം 2025 എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ്? KG ശങ്കരപിള്ള. ആർക്കാണ്? KG ശങ്കരപിള്ള. 2024 NS മാധവൻ. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് കിട്ടിയത് ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? KG ശങ്കരപിള്ള. 2025 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് ആർക്കാണ്? KG ശങ്കരപിള്ള. 2024 NS മാധവൻ. NS മാധവൻ. അടുത്ത് ഹരിവരാസനം പുരസ്കാരം 2026 കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഹരിവരാസനം പുരസ്കാരം 2026 ആർക്കാണ്? തിരുവിഴ ജയശങ്കർ. ഉറക്കെ പറഞ്ഞാ തിരുവിഴ ജയശങ്കർ. തിരുവിഴ ജയശങ്കർ. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. ആർക്കാണ്? കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. അപ്പോ ഹരിവരാസനം പുരസ്കാരം 2026 ആർക്കാണ് കിട്ടിയത്? തിരുവിഴ ജയശങ്കറും. 2025 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. തകഴി സാഹിത്യ പുരസ്കാരം 2026 കൊടുത്തു. ആർക്കെന്നറിയാമോ കിട്ടിയത്? സേതു. അപ്പൊ തകഴി സാഹിത്യ പുരസ്കാരം 2026 കിട്ടിയത് സേതു. 2025 KP സുധീര. KP സുധീര. KP സുധീര. അപ്പൊ തകഴി സാഹിത്യ പുരസ്കാരം 2026 കിട്ടിയത് ആർക്കാണ്? സേതു. സേതു. 2025 KP സുധീര. അടുത്തത് ONV സാഹിത്യ പുരസ്കാരം. ONV സാഹിത്യ പുരസ്കാരം 2025 പ്രഭാവർമ്മ. ONV സാഹിത്യ പുരസ്കാരം 2025 പ്രഭാവർമ്മ. 2024 എല്ലാം പായാണ് നോക്കുന്നത്. 2025 24 പായാണ്. അപ്പൊ 25 പ്രഭാവർമ്മയും 24 പ്രതിഭ റോയി. ആർക്കാണ്? പ്രതിഭ റോയി. ഏതാണ്? ONV. ONV സാഹിത്യ പുരസ്കാരം 2025 പ്രഭാവർമ്മ. 2024 പ്രതിഭ റോയി. അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊന്നാണ് മാതൃഭൂമി സാഹിത്യ പുരസ്കാരം. അത് എല്ലാം തന്നെ. മാതൃഭൂമി സാഹിത്യ പുരസ്കാരം ലേറ്റസ്റ്റ് ആയിട്ട് 2026 കിട്ടിയത് ആർക്കാണ്? മേതിൽ രാധാകൃഷ്ണനും. 2025 സാറ ജോസഫ്. 2026 മാതൃഭൂമി സാഹിത്യ പുരസ്കാരം മേതിൽ രാധാകൃഷ്ണൻ. 2025 സാറ ജോസഫ്. അപ്പൊ ഇത്രയാണ് നമുക്ക് റിലേറ്റഡ് ഫാക്ടർ മെയിൻ ആയിട്ട് പറയാനുള്ളത്. ഒന്നുകൂടി ചോദിക്കട്ടെ. ഓടക്കുഴൽ പുരസ്കാരം 2025 EP രാജഗോപാൽ. കൃതിയും കൂടി പറഞ്ഞു പോകും. ഉൾക്കഥ. 2024 ONV K അരവിന്ദാക്ഷന്റെ ഗോപ. വയലാർ അവാർഡ് 2025 ഈ സന്തോഷ് കുമാർ, തപോമയുടെ അച്ഛൻ. 2024 അശോകൻ ചെരുവിൽ, കാട്ടൂർ കടവ്. എഴുത്തച്ഛൻ പുരസ്കാരം 2025 KG ശങ്കരപിള്ള. KG ശങ്കരപിള്ള. 2024 NS മാധവൻ. ഹരിവരാസനം പുരസ്കാരം 26 തിരുവിഴ ജയശങ്കർ. 25 കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. തകഴി സാഹിത്യ പുരസ്കാരം 26 സേതു. 25 KP സുധീര. ONV സാഹിത്യ പുരസ്കാരം 2025 പ്രഭാവർമ്മ. 2024 പ്രതിഭ റോയി. അടുത്ത മാതൃഭൂമി സാഹിത്യ പുരസ്കാരം 2026 മേതിൽ രാധാകൃഷ്ണൻ. അടുത്ത 2025 സാറ ജോസഫ്. ഓക്കെ അല്ലേ? അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആണ് കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്?
GV രാജ പുരസ്കാരം. അപ്പൊ കേരള സർക്കാർ നൽകുന്ന പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ പുരസ്കാരം. ഈ GV രാജ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണെന്ന് അറിയാമോ? GV, അതിന്റെ ഫുൾ നെയിം ഫുൾ പറഞ്ഞാൽ മതി. ഗോദവർമ്മ രാജ. അപ്പൊ GV രാജയുടെ ഫുൾ ഫോം എന്താണ്? ഗോദവർമ്മ രാജ. അപ്പൊ ഈ GV രാജയുടെ ജന്മദിനമായിട്ടുള്ള ഒക്ടോബർ 13 നമ്മുടെ കേരളത്തിലെ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ കേരള കായിക ദിനം എന്നാണെന്ന് ചോദിച്ചാൽ എന്താണ്? ഒക്ടോബർ 13. എന്താണ് പ്രത്യേകത? GV രാജയുടെ ജന്മദിനമാണ്. ഈ GV രാജ അറിയപ്പെടുന്നത് കായിക കേരളത്തിന്റെ പിതാവെന്നാണ് കേട്ടോ. അതുകൊണ്ടാണ് നമ്മുടെ പരമോന്നത കായിക പുരസ്കാരം അദ്ദേഹത്തിന്റെ പേരിൽ നൽകുന്നത്. അപ്പൊ കായിക കേരളത്തിന്റെ പിതാവ് ആരാണ്? GV രാജയാണ്. അദ്ദേഹത്തിന്റെ ഫുൾ നെയിം എന്താണ്? ഗോദവർമ്മ രാജ. എന്നാണ് കേരള കായിക ദിനം? ഒക്ടോബർ 13. ഇദ്ദേഹത്തിന് മറ്റൊരു കാര്യത്തിൽ കൂടി അറിയപ്പെടുന്നുണ്ട് കേട്ടോ. കേരള ടൂറിസത്തിന്റെ പിതാവും ആരാണ്? GV രാജയാണ് കേട്ടോ. കേരള ടൂറിസത്തിന്റെ പിതാവ് ആരാണ്? GV രാജ. അതുപോലെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റും ആരായിരുന്നു? GV രാജയായിരുന്നു. അപ്പൊ കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? GV രാജ. നമ്മൾ പറഞ്ഞു GV രാജ പുരസ്കാരം കൊടുക്കുന്നുണ്ടെന്ന്. കേരളത്തിലെ പരമോന്നത കായിക ബഹുമതിയാണ്. എത്ര രൂപയാണെന്ന് അറിയാമോ? 3 ലക്ഷമാണ്. 3 ലക്ഷം രൂപയാണ് പുരസ്കാര തുക കേട്ടോ. അപ്പോ നമ്മുടെ GV രാജ പുരസ്കാരത്തിന്റെ സമ്മാന തുക എത്രയാണെന്ന് ചോദിച്ചാൽ എത്രയാണ്? 3 ലക്ഷം. ഈ GV രാജ പുരസ്കാരം 2024 അവസാനം കൊടുത്തത്. അതിനുശേഷം ഇപ്പൊ കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പൊ 2024 2 പേർക്ക് കിട്ടി. അത്ലറ്റ് ആയിട്ടുള്ള അഫ്സലിനും അതുപോലെ നെറ്റ് ബോൾ താരമായിട്ടുള്ള ഐശ്വര്യയ്ക്കാണ് കേട്ടോ. അപ്പൊ അഫ്സലിനും ഐശ്വര്യയ്ക്കുമാണ് അവസാനം 2024 GV രാജ പുരസ്കാരം കിട്ടിയത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. കേരള സർക്കാരിന്റെ പരമോന്നത കായിക ബഹുമതി ഏതാണ്? GV രാജ. GV രാജയുടെ ജന്മദിനം എന്നാണ്? ഒക്ടോബർ 13. അതിന്റെ പ്രത്യേകത എന്താണ്? കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നു. ഇദ്ദേഹത്തെ എങ്ങനെ അറിയപ്പെടുന്നു? ടൂറിസത്തിന്റെ പിതാവ്, കേരള കായിക കേരളത്തിന്റെ പിതാവ്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഫുൾ നെയിം ഗോദവർമ്മ രാജ. പിന്നെ കേരള സ്പോർട്സ് കൗൺസിലിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്. എത്ര രൂപയാണ് GV രാജ പുരസ്കാരത്തിന്റെ സമ്മാന തുകയും ചോദിച്ചാൽ 3 ലക്ഷം. ഓക്കെ അല്ലേ? 2 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഒരു കൃതിയാണ് പ്രാചീന മലയാളം ആരുടെ കൃതിയാണെന്ന് ഒത്തിരി ചോദിച്ചിട്ടുള്ളതാണ്. പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെ കൃതിയാണ് പ്രാചീന മലയാളം. ഈ ചട്ടമ്പി സ്വാമികളുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ അധികം കൃതികളുണ്ട്. അപ്പൊ നമുക്ക് കുറച്ച് കൃതികൾ പരിചയപ്പെടാം. ഒന്ന് വേദാധികാര നിരൂപണം. ഏതാണ്? വേദാധികാര നിരൂപണം. അപ്പൊ ഒന്ന് പറഞ്ഞു പ്രാചീന മലയാളം, രണ്ടേതാണ്? വേദാധികാര നിരൂപണം. മോക്ഷപ്രദീപ ഖണ്ഡനം. ഏതാണ്? മോക്ഷപ്രദീപ ഖണ്ഡനം. അത് മോക്ഷപ്രദീപം എന്നും പറഞ്ഞിട്ട് നമ്മുടെ ബ്രഹ്മാനന്ദ ശിവയോഗി ഒരു കൃതി എഴുതിയിട്ടുണ്ടായിരുന്നു. അതിനെ ഖണ്ഡിച്ചുകൊണ്ട് ചട്ടമ്പി സ്വാമി എഴുതിയ കൃതിയാണ് ഏത്? മോക്ഷപ്രദീപ ഖണ്ഡനം. അപ്പൊ വേദാധികാര നിരൂപണം, പ്രാചീന മലയാളം, മോക്ഷപ്രദീപ ഖണ്ഡനം. ക്രിസ്തുമത ഛേദനം. എന്താണ്? ക്രിസ്തുമത ഛേദനം. ആദിഭാഷ. ആദിഭാഷ. അടുത്തതാണ് നിജാനന്ദ വിലാസം. ഏതാണ്? നിജാനന്ദ വിലാസം. അദ്വൈത പഞ്ചരം. നിജാനന്ദ വിലാസം, അദ്വൈത പഞ്ചരം. അദ്വൈത ചിന്താ പദ്ധതി. അദ്വൈത ചിന്താ പദ്ധതി. ജീവകാരുണ്യ നിരൂപണം. ജീവകാരുണ്യ നിരൂപണം. സർവമത സമാരസ്യം. സർവമത സമാരസ്യം. അതുപോലെ മറ്റൊരെണ്ണമാണ് ക്രിസ്തുമത സാരം. ക്രിസ്തുമത സാരം. അപ്പൊ പ്രാചീന മലയാളം ആരുടെ കൃതിയാണ്? ചട്ടമ്പി സ്വാമികളുടെയാണ്. അതുപോലെ മറ്റു കൃതികളാണ് വേദാധികാര നിരൂപണം, മോക്ഷപ്രദീപ ഖണ്ഡനം, ക്രിസ്തുമത ഛേദനം, ആദിഭാഷ, ക്രിസ്തുമത സാരം, നിജാനന്ദ വിലാസം, അദ്വൈത ചിന്താ പദ്ധതി, ജീവകാരുണ്യ നിരൂപണം, സർവമത സമാരസ്യം. ഓക്കെ അല്ലേ? 3 ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അടുത്ത 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിയെ കുറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ആരാണ് നമ്മുടെ ഇന്ത്യയുടെ രാഷ്ട്രപതി? ദ്രൗപദി മുർമു. ക്വസ്റ്റ്യൻ ഇതായിരുന്നു: ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്ത് നിന്നുള്ള രാഷ്ട്രപതിയാണ് എന്നായിരുന്നു ക്വസ്റ്റ്യൻ. ഏത് സംസ്ഥാനമാണ്? ഒഡീഷ. അപ്പൊ നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതി ആയിട്ടുള്ള ദ്രൗപദി മുർമു എവിടെ നിന്നുള്ള വ്യക്തിയാണെന്ന് ചോദിച്ചാൽ എവിടെ നിന്നുള്ള വ്യക്തിയാണ്? ഒഡീഷ. എന്നാണ് ജനിച്ചതെന്ന് അറിയാമോ? അതായത് സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ജനിക്കുന്നത്. 1958 ജൂൺ 20 ജനിച്ചത്. 1958 ജൂൺ 20 മയൂർഭഞ്ച്, ഒഡീഷ. എവിടെയാണ്? മയൂർഭഞ്ച്, ഒഡീഷ. അപ്പൊ ഞാൻ സ്വാതന്ത്ര്യത്തിന് ശേഷം എന്ന് പറയുന്നതിന് ഒരു പ്രത്യേകതയും കൂടിയുണ്ട്. നമ്മുടെ ഇന്ത്യൻ രാഷ്ട്രപതിമാരില് സ്വാതന്ത്ര്യത്തിന് ശേഷം ജനിച്ച ആദ്യത്തെ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു കേട്ടോ. അപ്പൊ ഇതിന് മുന്നേ ഉണ്ടായിട്ടുള്ള രാഷ്ട്രപതിമാരെല്ലാം സ്വാതന്ത്ര്യത്തിന് മുന്നേ ജനിച്ചവരായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത് കേട്ടോ. അപ്പൊ അങ്ങനെ ചോദിക്കാം.
സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. എന്നാണ് ജനിച്ചത്? 1958 ജൂൺ 20. എവിടെയാണ്? മയൂർഭഞ്ച്, ഒഡീഷ. അതുപോലെ മറ്റൊരു പ്രത്യേകത, ഇമ്പോർട്ടൻ്റ് ഉള്ള പ്രത്യേകതയാണ് ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പ്രസിഡന്റ്. എന്താണ്? ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ പ്രസിഡന്റ്. ഓക്കെ, ഇനി നമ്മുടെ ഇന്ത്യയുടെ എത്രാമത്തെ വനിതാ പ്രസിഡന്റ് ആണ്? ഇന്ത്യയുടെ എത്രാമത്തെ വനിത? 2. അപ്പൊ ഇന്ത്യയുടെ 2ാമത്തെ വനിതാ പ്രസിഡന്റ് ആണ്. ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആണ്. ഓക്കെ അല്ലേ? പിന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചാൽ 64 വയസ്സാണ് കേട്ടോ ഇപ്പൊ. അപ്പോൾ ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. ഈ രാഷ്ട്രപതി ആകുന്നതിന് മുന്നേ ഗവർണർ ആയിരുന്നു. ഏത് സംസ്ഥാനത്തിന്റെ ആണെന്ന് അറിയാമോ? ജാർഖണ്ഡ്. അപ്പോ രാഷ്ട്രപതി ആകുന്നതിന് മുന്നേ ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. ഇപ്പൊ എവിടെയാണ് സ്ഥലം? ഒഡീഷയാണ് സ്ഥലം. പക്ഷേ രാഷ്ട്രപതി ആകുന്നതിന് മുന്നേ എവിടുത്തെ ഗവർണർ ആയിരുന്നു? ജാർഖണ്ഡിന്റെ ഗവർണർ ആയിരുന്നു. അതുപോലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് പ്രത്യേകതയാണ് യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച 3ാമത്തെ രാഷ്ട്രപതിയാണ്. APJ അബ്ദുൽ കലാമും അതുപോലെ ആരാണ്? പ്രതിഭ പാട്ടീലും സഞ്ചരിച്ചിട്ടുണ്ട്. അപ്പൊ 3ാമത്തെ യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച 3ാമത്തെ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. പക്ഷെ മറ്റൊരു പ്രത്യേകത, 2 യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ആര്? ദ്രൗപദി മുർമു. അപ്പോൾ 2 യുദ്ധവിമാനങ്ങളിൽ സഞ്ചരിക്കുന്ന ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഏതൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന് നമ്മൾ ഫ്രാൻസിൽ നിന്ന് വാങ്ങിയതാണ്. ഏതാണ്? റാഫേൽ. ഒന്ന് റാഫേൽ, അതുപോലെ മറ്റൊന്നാണ് സുഖോയ്. അപ്പൊ റാഫേൽ, സുഖോയ് എന്നീ 2 യുദ്ധവിമാനങ്ങളിൽ സഞ്ചരിച്ച ആദ്യ ഇന്ത്യൻ രാഷ്ട്രപതിയാണ് ദ്രൗപദി മുർമു. ഓക്കെ അല്ലേ? അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു, ദ്രൗപദി മുർമു ഏത് സംസ്ഥാനത്തു നിന്നുള്ള വ്യക്തിയാണ്? എവിടെ നിന്നാണ്? ഒഡീഷ. ഒഡീഷയിൽ എവിടെയാണ്? മയൂർഭഞ്ച്. എന്നാണ് ജനിച്ചത്? 1958 ജൂൺ 20. ഇനി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യത്തെ ഇന്ത്യൻ പ്രസിഡന്റ്, വനിത എന്നല്ല, ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഇനി എത്രാമത്തെ വനിതാ പ്രസിഡന്റ് ആണ്? 2ാമത്തെ വനിതാ പ്രസിഡന്റ് ആണ്. പിന്നെ എന്താണ്? സ്വതന്ത്ര ഭാരതത്തിൽ ജനിച്ച ആദ്യ ഇന്ത്യൻ പ്രസിഡന്റ് ആണ്. ഏറ്റവും പ്രായം കുറഞ്ഞ ഇന്ത്യൻ രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി ആകുന്നതിന് മുന്നേ എവിടുത്തെ ഗവർണർ ആയിരുന്നു? ജാർഖണ്ഡ് ഗവർണർ ആയിരുന്നു. എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 15. ഇന്ത്യയുടെ 15ാമത് രാഷ്ട്രപതി. ഇന്ത്യയുടെ എത്രാമത്തെ രാഷ്ട്രപതിയാണ്? 15ാമത് രാഷ്ട്രപതി. അതുപോലെ യുദ്ധവിമാനത്തിൽ സഞ്ചരിച്ച 3ാമത്തെ രാഷ്ട്രപതി. എന്നാൽ 2 യുദ്ധവിമാനങ്ങളിൽ സഞ്ചരിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ രാഷ്ട്രപതി. ഓക്കെ അല്ലേ? എടാ, ഇനി ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ആദ്യ വനിതാ ഗവർണർ ചോദിച്ചാലും ആര് തന്നെയാണ്? ദ്രൗപദി മുർമു തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്താണ്? ഗോത്ര വിഭാഗത്തിൽ നിന്നുള്ള ഇന്ത്യൻ പ്രസിഡന്റ് ചോദിച്ചാലും വനിത ഗവർണർ ചോദിച്ചാലും ആര് തന്നെയാണ്? ദ്രൗപദി മുർമു തന്നെയാണ്. അപ്പോൾ 4 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത 5ാമത്തെ ക്വസ്റ്റ്യൻ ആണ് ലോഹങ്ങളുടെ രാജാവ് ആരായിരുന്നു? സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ആരാണ്? സ്വർണ്ണമാണ്. ലോഹങ്ങളുടെ രാജാവ് ആരാണ്? സ്വർണ്ണമാണ്. അതുപോലെ സ്വർണ്ണത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട്. ഡക്റ്റിലിറ്റി കൂടിയ കൂടുതൽ ആർക്കാണ്? ഏറ്റവും ഡക്റ്റിലിറ്റി കൂടിയത് ലോഹം ചോദിച്ചാൽ സ്വർണ്ണമാണ്. എന്താണ് ഡക്റ്റിലിറ്റി? മാലിബിലിറ്റി. മാലിബിലിറ്റി എന്ന് പറഞ്ഞാൽ അല്ല, അടിച്ച് പരത്തുന്നത് മാലിബിലിറ്റി, വലിച്ചു നീട്ടുന്നത് ഡക്റ്റിലിറ്റി. അപ്പോൾ ഡക്റ്റിലിറ്റി ഏറ്റവും കൂടുതൽ ആർക്കാണെന്ന് ചോദിച്ചാൽ ആർക്കാണ്? സ്വർണത്തിനാണ്. സ്വർണത്തിന്റെ മറ്റേ നമ്മള് ഇങ്ങനെ എഴുതുമല്ലോ, അതിനെന്തെന്നാണ് പറയുന്നത്? ഏതാണ്? അതായത് എന്തെന്ന് പറയണേ? എന്റെ പേര് മറന്നു. AU. ഓറം കേട്ടോ. AU പ്രതീകം. അപ്പൊ സ്വർണത്തിന്റെ പ്രതീകം എന്താണ്? AU. AU എന്ന് പറഞ്ഞാൽ എന്താണ്? ഓറം എന്ന വാക്കിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് സ്വർണത്തിന്റെ പ്രതീകം എന്താണ്? AU. സ്വർണത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാ? 79 ആണ് കേട്ടോ. സ്വർണത്തിന്റെ അറ്റോമിക നമ്പർ എത്രയാണ്? 79. അയിര് ഏതാണെന്ന് അറിയാമോ? ബിസ്മിത്ത് അറേറ്റ്. എന്താണ്? ബിസ്മിത്ത് അറേറ്റ്. സ്വർണത്തിന്റെ അയിര് ഏതാണ്? ബിസ്മിത്ത് അറേറ്റ്. അപ്പൊ സ്വർണം ലോഹങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്നുണ്ട്. ഇനി അതിന്റെ പ്രതീകം ചോദിച്ചാൽ AU, ഓറം. ഇനി അറ്റോമിക നമ്പർ എത്രയാണ്? 79 ആണ്. ഏറ്റവും ഡക്റ്റിലിറ്റി കൂടിയ ലോഹം ചോദിച്ചാൽ ഏതാണ്? സ്വർണമാണ്. സ്വർണത്തിന്റെ അയിര് ഏതാണ്? ബിസ്മിത്ത് അറേറ്റ്. അങ്ങനെയെങ്കിൽ ഭാവിയുടെ ലോഹം യുറേനിയം അല്ല. ഭാവി ഭയങ്കര ടൈറ്റ് ആണെന്ന് ഓർക്കുക. ഭാവിയുടെ ലോഹം ഏതാണ്? ടൈറ്റാനിയം. എന്നാൽ പ്രതീക്ഷയുടെ ലോഹമാണ് ഏത്? യുറേനിയം. ഭാവിയുടെ ലോഹം ടൈറ്റാനിയം, പ്രതീക്ഷയുടെ ലോഹം യുറേനിയം. ക്യുക്ക് സിൽവർ, മെർക്കുറി. നമ്മൾ ക്യുക്കായിട്ട് എവിടെയെങ്കിലും പോകാൻ നിൽക്കുമ്പോൾ ഒരു കുറി ഇട്ടുകൊണ്ട് അങ്ങ് പോകുന്ന ഓർത്താൽ മതി.
ക്യുക്ക് സിൽവർ എന്താണ്? മെർക്കുറി. ക്യുക്ക് സിൽവർ മെർക്കുറി. എന്നാൽ ലിറ്റിൽ സിൽവർ ഏതാണ്? ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം. വിഡ്ഢികളുടെ സ്വർണം അയൺ പൈറൈറ്റ്സ്. ഏതാണ്? അയൺ പൈറൈറ്റ്സ്. വിഡ്ഢികളുടെ സ്വർണം ഏതാണ്? അയൺ പൈറൈറ്റ്സ്. മഴവിൽ ലോഹം ഇറിഡിയം. മഴവിൽ ലോഹം ഇറിഡിയം. ചെമ്പിന്റെ ശത്രു സൾഫർ. ചെമ്പിന്റെ ശത്രുവാണ് സൾഫർ. ആകാശത്തിലെ കല്ല് ഇരുമ്പ്. ആകാശക്കല്ല് ഇരുമ്പ്. രാസസൂര്യൻ മഗ്നീഷ്യം. രാസസൂര്യൻ മഗ്നീഷ്യം. ഏറ്റവും സാന്ദ്രത കൂടിയ ലോഹം ഓസ്മിയം. അത് പറയുമ്പോൾ തന്നെ ഇത്തിരി വെയിറ്റ് ഉണ്ടല്ലേ. അപ്പൊ ഏറ്റവും സാന്ദ്രത കൂടിയത് ആർക്കാണ്? ഓസ്മിയം. സാന്ദ്രത കുറഞ്ഞതാണെങ്കിലോ? ലിഥിയം. സാന്ദ്രത കൂടിയത് ഓസ്മിയം, സാന്ദ്രത കുറഞ്ഞത് ലിഥിയം. എന്നാൽ ചാലകത കൂടിയത് ആർക്കാണ്? വെള്ളി. ചാലകത കൂടിയത് ആർക്കാണ്? വെള്ളി. ചാലകത കുറവ് ആർക്കാണ്? ലെഡ്. നീ വേറെന്താ പറയാൻ വന്നില്ലേ? കൈവെള്ളയിലെ ചൂടിൽ പോലും അലിയുന്നത് ഏതാണ്? അത് ഗാലിയോൺ കേട്ടോ. ഗാലിയം. ഒന്നും കൂടി ചോദിക്കാം. പ്രതീക്ഷ അല്ലെങ്കിൽ ഭാവിയുടെ ലോഹം ടൈറ്റാനിയം. പ്രതീക്ഷയുടെ ലോഹം യുറേനിയം. ക്യുക്ക് സിൽവർ മെർക്കുറി. ലിറ്റിൽ സിൽവർ പ്ലാറ്റിനം. വിഡ്ഢികളുടെ സ്വർണം അയൺ പൈറൈറ്റ്സ്. മഴവിൽ ലോഹം ഇറിഡിയം. ചെമ്പിന്റെ ശത്രു സൾഫർ. ആകാശക്കല്ല് ഇരുമ്പ്. രാസസൂര്യൻ മഗ്നീഷ്യം. സാന്ദ്രത കൂടുതൽ ഓസ്മിയം. സാന്ദ്രത കുറവ് ലിഥിയം. ചാലകത കൂടുതൽ വെള്ളി. ചാലകത കുറവ് ലെഡ്. ഓക്കെ അല്ലേ? 5 ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തേ. 6ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി നടന്നത് എവിടെ? ക്വസ്റ്റ്യൻ ഒന്നും കൂടി വായിക്കാം. ഇന്ത്യയിലെ ആദ്യ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി നടന്നത് എവിടെയാണ്? ബാംഗ്ലൂരിലാണ്. ബാംഗ്ലൂർ. അങ്ങനെയാണെങ്കിൽ അതായത് ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു AI വകുപ്പ് രൂപീകരിച്ച സംസ്ഥാനം ഏതാണ്? കേരളമാണ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിന്റെ AI വകുപ്പ് മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടി. ഈ ക്യാൻസൽ ചെയ്ത 2ാമത്തെ എക്സാമിൽ ഏകദേശം 5ഓളം ക്വസ്റ്റ്യൻസ് നമ്മുടെ പുതിയ മന്ത്രിസഭയായിട്ട് റിലേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് നോക്കണേ. അപ്പൊ കേരളത്തിന്റെ ആദ്യത്തെ AI വകുപ്പ് മന്ത്രി ആരാണ്? PK കുഞ്ഞാലിക്കുട്ടി. ഇന്ത്യയിൽ തന്നെ AI വകുപ്പ് രൂപീകരിച്ച ആദ്യ സംസ്ഥാനമാണ് കേരളം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ AI വകുപ്പ് രൂപീകരിച്ച 2ാമത്തെ സംസ്ഥാനം ഏതാണ്? തമിഴ്നാട്. തമിഴ്നാട് മുഖ്യമന്ത്രി ആരാണ്? ഏത് വിജയ്? ജോസഫ് വിജയ്. തമിഴ്നാടിന്റെ ഗവർണർ ആരാണ്? നമ്മുടെ ഗവർണർ ആരാണ്? അർലേക്കർ. തമിഴ്നാടിനും കേരളത്തിനും ഒരു ഗവർണർ തന്നെ രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. അപ്പോൾ ഇന്ത്യയിൽ തന്നെ AI വകുപ്പ് രൂപീകരിച്ച ആദ്യ സംസ്ഥാനം കേരളവും 2ാമത്തെ സംസ്ഥാനം തമിഴ്നാടുമാണ്. കേരളത്തിലെ AI വകുപ്പ് മന്ത്രിയാണ് PK കുഞ്ഞാലിക്കുട്ടി. ഓക്കെ അല്ലേ? ഇനി ഇന്ത്യയുടെ AI തലസ്ഥാനം ഏതാണ്? AI തലസ്ഥാനം ഹൈദരാബാദ്. ഇന്ത്യയുടെ AI തലസ്ഥാനം ഏതാണ്? ഹൈദരാബാദ്. എന്നാൽ ഇന്ത്യയിലെ AI നഗരം ചോദിച്ചാൽ ഏതാണ്? ലക്നൗ ആണ്. ഇന്ത്യയുടെ AI തലസ്ഥാനം ഹൈദരാബാദും AI നഗരം ലക്നൗ. AI തലസ്ഥാനം ഹൈദരാബാദ്, AI നഗരം ലക്നൗ. ഓക്കെ അല്ലേ? ഗൂഗിളിന്റെ AI പ്ലാറ്റ്ഫോം ഏതാണ്? ജെമിനി. നമ്മളെപ്പോഴും നമ്മൾ നോക്കാറുള്ള നമ്മുടെ ജെമിനി ചേച്ചി അല്ലേ? അപ്പൊ ഗൂഗിളിന്റെ AI പ്ലാറ്റ്ഫോം ഏതാണ്? ജെമിനിയാണ് കേട്ടോ. ജെമിനി. അതുപോലെ ഓൾ ഇന്ത്യ AI സബ്മിറ്റ് 2026 നടന്നത് എവിടെയാണെന്ന് അറിയാമോ? ന്യൂഡൽഹിയിലാണ് കേട്ടോ. അപ്പോൾ ഓൾ ഇന്ത്യ AI സബ്മിറ്റ് 2026 എവിടെയാണ് നടന്നത്? ന്യൂഡൽഹി. ഓക്കെ അല്ലേ? ഒന്നുകൂടി പറഞ്ഞിട്ട് പോവാം. നമ്മുടെ ഇന്ത്യയിലെ ക്വസ്റ്റ്യൻ ഇങ്ങനെയായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആൻഡ് ഡിജിറ്റൽ വാട്ടർ ഉച്ചകോടി 2026 നടന്നത് എവിടെയാണ്? ബാംഗ്ലൂരാണ്. ഇനി AI കുറിച്ച് പറയുകയാണെങ്കിൽ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ AI വകുപ്പ് രൂപീകരിച്ചത് കേരളമാണ്. കേരളത്തിന്റെ AI വകുപ്പ് മന്ത്രി ആരാണെന്ന് ചോദിച്ചാൽ PK കുഞ്ഞാലിക്കുട്ടിയാണ്. എന്നാൽ 2ാമതായി ഇന്ത്യയിൽ AI വകുപ്പ് രൂപീകരിച്ചത് തമിഴ്നാടാണ്. പിന്നെ ഇന്ത്യയുടെ AI തലസ്ഥാനം ഹൈദരാബാദും ഇന്ത്യയുടെ AI നഗരം ലക്നൗ ആണ്. ഗൂഗിളിന്റെ AI പ്ലാറ്റ്ഫോം ആണ് ജെമിനി. ഓൾ ഇന്ത്യ AI സബ്മിറ്റ് 2026 നടന്നത് ന്യൂഡൽഹി. അപ്പൊ നമുക്ക് കുറച്ച് സബ്മിറ്റുകൾ പഠിക്കാം. ഓക്കെ. G20 2026 ലേറ്റസ്റ്റ് ആണ് എല്ലാം പറയുന്നത് കേട്ടോ. 2026 G20 മിയാമി അമേരിക്ക. G20 2026 മിയാമി അമേരിക്ക. G7 2026 ഫ്രാൻസ്. G7 2026 ഫ്രാൻസ്. G20 2026 മിയാമി അമേരിക്ക. G7 2026 ഫ്രാൻസ്. ആസിയാൻ 2026 ഫിലിപ്പൈൻസ്. NATO 2026 അങ്കാറ തുർക്കി. NATO 2026 അങ്കാറ തുർക്കി. ബ്രിക്സ് 2026 നമ്മുടെ സ്വന്തം ഇന്ത്യയിൽ ന്യൂഡൽഹി. ബ്രിക്സ് 2026 ന്യൂഡൽഹി. കാലാവസ്ഥ 2026
അന്റാലിയ തുർക്കി. അന്റാലിയ തുർക്കി. അങ്കാറ തുർക്കി എന്തായിരുന്നു? നേറ്റോ. നേറ്റോ അങ്കാറ തുർക്കിയും കാലാവസ്ഥ അന്റാലിയ തുർക്കി. ഒന്നും കൂടി ചോദിക്കാം. G20 2026 മിയാമി അമേരിക്ക. G7 2026 ഫ്രാൻസ്. ആസിയൻ 2026 ആസിയാൻ ഫിലിപ്പീൻസ്. നാറ്റോ 2026 അങ്കാറ തുർക്കി. ബ്രിക്സ് 2026 ന്യൂഡൽഹി. കാലാവസ്ഥ 2026 അന്റാലിയ തുർക്കി. അന്റാലിയ തുർക്കി. ഓക്കെ അല്ലേ? ഇനി അടുത്ത 7ാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം എവിടെയാണ്? കൊൽക്കത്തയിലാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം എവിടെയാണ്? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം എവിടെയാണ്? കൊൽക്കത്ത. ഓക്കെ. അപ്പൊ കേരളത്തിലെ സ്പോർട്സ് വകുപ്പ് മന്ത്രി OJ ജനീഷ്. എന്താ പ്രത്യേകത? ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രി. അതായത് നമ്മുടെ ഇപ്പോഴത്തെ മന്ത്രിസഭയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ് ആര്? OJ ജനീഷ്. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് കൊൽക്കത്തയാണ്. കേരളത്തിലെ സ്പോർട്സ് വകുപ്പ് മന്ത്രി ചോദിച്ചാൽ OJ ജനീഷ് ആണ്. പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. എന്നാൽ കേന്ദ്ര കായിക മന്ത്രി ആരാണ്? കായിക ഒക്കെ നല്ല കായികക്ഷമതയുള്ള ആൾക്കാർക്കൊക്കെ നല്ല മനസ്സുഖം ഉണ്ടായിരിക്കും അല്ലേ? മൻസുഖ് മാണ്ഡവ്യ. നമ്മൾ നല്ല ഹെൽത്തി ആയിട്ടിരുന്നാൽ നമുക്ക് നല്ല മനസ്സുഖം, നമുക്ക് ഹെൽത്തി, നമുക്ക് അസുഖങ്ങളൊന്നും ഇല്ലാതിരിക്കുമല്ലോ. അപ്പൊ മൻസുഖ് മാണ്ഡവ്യ കായിക വകുപ്പ് മന്ത്രി. കേന്ദ്ര കായിക വകുപ്പ് മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യ. എന്നാണ് നമ്മുടെ കേരള കായിക ദിനം? നമ്മൾ ഫസ്റ്റ് ക്വസ്റ്റ്യനിൽ പറഞ്ഞു ഒക്ടോബർ 13. സ്പോർട്സിന് കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? അപ്പൊ എന്നാ ദേശീയ കായിക ദിനം എന്താണ് ഇന്ത്യയില്? 29 ഓഗസ്റ്റ് 29. അപ്പൊ ദേശീയ കായിക ദിനം എന്നാണ്? ഓഗസ്റ്റ് 29. കേരള കായിക ദിനം ഒക്ടോബർ 13. ആരുടെ ജന്മദിനമായിരുന്നു? GV രാജ. എന്നാൽ ഓഗസ്റ്റ് 29 ഇന്ത്യൻ കായിക ദിനമാണ്. അത് ആരുടെ ജന്മദിനമാണെന്ന് അറിയാമോ? മേജർ ധ്യാൻചന്ദ്. മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമായിട്ടുള്ള ഓഗസ്റ്റ് 29 ഇന്ത്യയിലെ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ അല്ലേ? രാജ്യത്തെ ആദ്യത്തെ ഒളിമ്പിക് മ്യൂസിയം എവിടെയാണ്? ഒളിമ്പിക് മ്യൂസിയം ഒഡീഷയാണ്. ഒളിമ്പിക് മ്യൂസിയം എവിടെയാണ്? ഒഡീഷ. അപ്പൊ ഇന്ത്യയിലെ ആദ്യത്തെ സ്പോർട്സ് മ്യൂസിയം എവിടെയാണ്? അത് കൊൽക്കത്തയാണ്. ഒളിമ്പിക്സ് മ്യൂസിയം എവിടെയാണ്? അത് ഒഡീഷ. കേരള സ്പോർട്സ് മന്ത്രി ആരാണ്? OJ ജനീഷ്. ഏറ്റവും പ്രായം കുറഞ്ഞ മന്ത്രിയാണ്. ഇനി കേന്ദ്ര സ്പോർട്സ് മന്ത്രി ആരാണ്? മൻസുഖ് മാണ്ഡവ്യാണ്. ദേശീയ കായിക ദിനം എന്നാണ്? ഓഗസ്റ്റ് 29. ആരുടെ ജന്മദിനമാണ്? മേജർ ധ്യാൻചന്ദിന്റെ ജന്മദിനമാണ്. ഓക്കെ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ 8ാമത്തെ ക്വസ്റ്റ്യൻ സി കോഡാണ്. തൃശൂർ നഗരത്തിന്റെ ശില്പി ശക്തൻ തമ്പുരാൻ. ആരാണ്? ശക്തൻ തമ്പുരാൻ. തൃശൂർ നഗരത്തിന്റെ ശില്പി ആരാണ്? ശക്തൻ തമ്പുരാൻ. തൃശ്ശൂരിനെ എങ്ങനെയാണ് അറിയപ്പെടുന്നത്? കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം. കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതാണ്? തൃശ്ശൂരാണ് കേട്ടോ. അങ്ങനെയാണെങ്കിൽ ആലപ്പുഴ നഗരത്തിന്റെ ശില്പി ആരാണ്? ഏത് കേശവദാസ്? രാജാ കേശവദാസ്. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി ശക്തൻ തമ്പുരാൻ. ആലപ്പുഴ നഗരത്തിന്റെ ശില്പി രാജാ കേശവദാസ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. സർ റോബർട്ട് ബ്രിസ്റ്റോ. ആരാണ്? സർ റോബർട്ട് ബ്രിസ്റ്റോ. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി ആരാണ്? റോബർട്ട് ബ്രിസ്റ്റോ. വർക്കല നഗരത്തിന്റെ ശില്പി ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. വർക്കല നഗരത്തിന്റെ ശില്പി ആരാണ്? അയ്യപ്പൻ മാർത്താണ്ഡ വർമ്മ പിള്ള. മാർത്താണ്ഡ പിള്ള. 4 പറഞ്ഞേ. ഒന്ന് തൃശ്ശൂർ നഗരത്തിന്റെ ശില്പി ശക്തൻ തമ്പുരാൻ. ആലപ്പുഴ നഗരത്തിന്റെ ശില്പി രാജാ കേശവദാസ്. കൊച്ചി തുറമുഖത്തിന്റെ ശില്പി റോബർട്ട് ബ്രിസ്റ്റോ. വർക്കല നഗരത്തിന്റെ ശില്പി അയ്യപ്പൻ മാർത്താണ്ഡ പിള്ള. അപ്പൊ നമുക്ക് നമ്മുടെ കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനം ഏതെന്ന് പറഞ്ഞു? തൃശ്ശൂർ. അപ്പൊ ശക്തൻ തമ്പുരാനെ കുറിച്ച് നമുക്ക് ഇനി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് പോവാം. ആധുനിക കൊച്ചിയുടെ പിതാവാണ് ആര്? ശക്തൻ തമ്പുരാൻ. കേട്ടോ, ആധുനിക കൊച്ചിയുടെ പിതാവാണ് ശക്തൻ തമ്പുരാൻ. ഇനി അതുപോലെ മറ്റൊരു പ്രത്യേകതയാണ് 18ാം നൂറ്റാണ്ടിൽ ഭൂ സർവേ ആരംഭിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാനാണ്. അപ്പൊ 18ാം നൂറ്റാണ്ടിൽ ഭൂ സർവേ ആരംഭിച്ചത് ശക്തൻ തമ്പുരാൻ. തൃശ്ശൂർ നഗരത്തിന്റെ ശില്പിയാണ് ശക്തൻ തമ്പുരാൻ. ആധുനിക കൊച്ചിയുടെ പിതാവ് ശക്തൻ തമ്പുരാൻ. 18ാം നൂറ്റാണ്ടിൽ ഭൂ സർവേ ആരംഭിച്ചത് ശക്തൻ തമ്പുരാൻ. തൃശ്ശൂർ പൂരം തുടങ്ങിയത് ആരാണ്? ശക്തൻ തമ്പുരാനാണ് കേട്ടോ. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാൻ. അതുപോലെ കൊച്ചിയിലെ ജന്മിത്തം അവസാനിപ്പിച്ചതും ആരാണ്? ശക്തൻ തമ്പുരാനാണ്. കൊച്ചിയിലെ ജന്മിത്തം അവസാനിപ്പിച്ചത് ശക്തൻ തമ്പുരാനാണ്. ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
തൃശ്ശൂർ തന്നെയാണ് കേട്ടോ. ശക്തൻ തമ്പുരാൻ കൊട്ടാരം എവിടെയാണ്? തൃശ്ശൂർ. കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെട്ടിരുന്നത് ആര് തന്നെയാണ്? ശക്തൻ തമ്പുരാനാണ്. അപ്പോ തൃശ്ശൂർ നഗരത്തിന്റെ ശില്പിയാണ് ശക്തൻ തമ്പുരാൻ. ആധുനിക കൊച്ചിയുടെ പിതാവാണ്. 18-ാം നൂറ്റാണ്ടിലെ ഭൂസർവേ ആരംഭിച്ചു. തൃശ്ശൂർ പൂരം ആരംഭിച്ചു. കൊച്ചിയിലെ ജന്മിത്തം അവസാനിച്ചു. ശക്തൻ തമ്പുരാൻ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. കൊച്ചിയുടെ മാർത്താണ്ഡവർമ്മ എന്നറിയപ്പെടുന്നതും ആരാണ്? ശക്തൻ തമ്പുരാനാണ്. അപ്പൊ നമ്മൾ 8 ക്വസ്റ്റ്യനും അതിന്റെ റിലേറ്റഡ് ഫാക്റ്റും പറഞ്ഞിട്ടുണ്ട്. ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത് വരുന്ന ദിവസങ്ങളിൽ അതിന്റെ ക്വസ്റ്റ്യനും റിലേറ്റഡ് ഫാക്റ്റുമായിട്ട് പറയാം. ഓക്കെ, ബൈ.